റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ടെർമിനൽ സറണ്ടറിന്റെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയുടെ സ്പാർക്ക് തുറന്ന് മെയിൻ മെനുവായ അക്കൌണ്ട്സിൽ നിന്നും ബിൽസ് എന്ന മെനുവിന്റെ ഉപമെനുവായ മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിം എന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ വരുന്ന ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, വീഡിയോ കോഡ് എന്നിവ സെലക്ട് ചെയ്തിട്ട് നേച്ചർ ഓഫ് ക്ലെയിം എന്നതിൽ ടെർമിനൽ സറണ്ടർ പേ റിവിഷൻ അരിയർ എന്നത് സെലക്ട് ചെയ്തിടുക. അവിടെ വരുന്ന ഇടതുവശത്തായി കാണുന്ന വിൻഡോ, അതില് TSQ ഇൻസ്റ്റാൾമെന്റ് 3 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ഇടതുവശത്തുള്ള സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബില്ലിന്റെ വിവരങ്ങളും വലതുവശത്ത് എംപ്ലോയിയുടെ പേരും സെലക്ട് ചെയ്ത് വരുന്നത് കാണാൻ കഴിയും. മരണപ്പെട്ട എംപ്ലോയിയുടെ പേര് അവിടെ ലിസ്റ്റ് ചെയ്ത് അൺടിക്ക് ചെയ്ത് അവരെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അവർക്കുള്ള ഓപ്ഷൻ പുറകാലെ വരുന്നുണ്ടാവും. അതിന് താഴെയായി ട്രാൻസാക്ഷന്റെ വിവരണം കാണാൻ കഴിയുന്നുണ്ടാവും. DSC കണക്ട് ചെയ്ത് അവിടെ കാണുന്ന മേക്ക് ബിൽ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പ് മെസ്സേജുകൾക്ക് OK കൊടുക്കുക. പ്രിന്റ് ബിൽ, ഡ്യൂഡ്രോൺ സ്റ്റേറ്റ്മെന്റ് എന്നിവ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ബില്ല് എഡ്യൂക്കേഷണൽ ഓഫീസിലേക്ക് അപ്രൂവലിന് വേണ്ടി ഫോർവേഡ് ചെയ്യണം. അതിനായി ഫോർവേഡ് ഫോർ അപ്രൂവൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് DSCയുടെ പാസ്വേഡും കൊടുത്ത് ജനറേറ്റ് ചെയ്തു വരുന്ന ബില്ലിന്റെ പച്ച നിറത്തിലുള്ള കൺഫേം സൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബില്ല് എഡ്യൂക്കേഷണൽ ഓഫീസിലേക്ക് അപ്രൂവലിനായി ഫോർവേഡ് ആയിട്ടുണ്ടാകും. അവിടെ കാണുന്ന ബില്ല്, ഡ്യൂഡ്രോൺ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിനോടൊപ്പം നമുക്ക് എംപ്ലോയിയുടെ സറണ്ടറിന് വേണ്ടിയുള്ള പ്രൊസീഡിങ്സ് ലഭിച്ചത് എന്നിവയെല്ലാം ചേർത്ത് കൺസേൺ എഡ്യൂക്കേഷണൽ ഓഫീസിൽ നൽകി അപ്രൂവൽ വാങ്ങിയതിനു ശേഷം സാധാരണ ചെയ്യുന്നത് പോലെ ബില്ല് സബ്മിറ്റ് ചെയ്യുകയും മാനുവൽ ബില്ല് ഹാർഡ് കോപ്പി എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്നും കൗണ്ടർ സൈൻ ചെയ്യിപ്പിച്ച് ട്രഷറിയിൽ നൽകുകയും ചെയ്യുക.